നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന CPO എക്സാമിന് തൊട്ടടുത്തുള്ള നമ്മുടെ ഫയർമാന്റെ എക്സാമിന് 2 മാർക്ക് ഉറപ്പിക്കാനുള്ള കുറച്ച് വഴികളാണ്. ഈ 2 മാർക്ക് IT ആക്ടിന്റെ, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് IT ആക്ടിന്റെ ഭാഗത്തു നിന്നുള്ള 2 മാർക്കാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. ഇത് ഫോഴ്സിന്റെ 2 എക്സാമുകൾക്ക് മാത്രമല്ല, ASMന്റെ എക്സാം ഇതാ അടുത്ത് തന്നെ വരുന്നു. ASMന് നമുക്ക് IT ആക്ട് സിലബസിലുള്ളതാണ്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും കാച്ചിക്കുറുക്കി ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ IT ആക്ടിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. പെട്ടെന്ന് നോക്കാം, ഒട്ടും സമയം കളയേണ്ട. വായു ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദ്യം വന്നാൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് 2 ഡേറ്റുകളാണ്. നമ്മുടെ IT ആക്ട് നിലവിൽ വരുന്നത് ഏത് ഡേറ്റ് ആണ്? ചിലപ്പോൾ വർഷം ചോദിച്ച് അങ്ങ് ഒതുക്കിയേക്കാന്ന് വിചാരിക്കാം, അല്ലെ ചിലപ്പോൾ ഡേറ്റ് അടക്കം ചോദിക്കാം. വളരെ വിരളമായിട്ടാണ് ഡേറ്റ് ചോദിക്കാറുള്ളത്. IT ആക്ട് നിലവിൽ വന്നത് 2000 ആണ്ടിലാണ്. 2000 ആണ്ടിൽ ഒക്ടോബർ മാസം 17-ാം തീയതിയാണ്. ഈ ഡേറ്റ് പഠിച്ചു വെക്കണം. ഈ ഒരിക്കൽ ചോദിച്ചു എക്സാമിന് നമ്മുടെ 2000 ആണ്ട് IT ആക്ട് അല്ലെ 2000-ലെ IT ആക്ട് 2000 എന്ന് പറയുന്ന നിയമം വന്നപ്പോൾ ഏത് രാഷ്ട്രപതിയാണ് ഇതിൽ ഒപ്പുവെച്ചതെന്ന്. ഇതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി KR നാരായൺ ആണ്. ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഇല്ല, ചോദിച്ചാൽ എല്ലാവരും എഴുതാനായിട്ടൊരു സാധ്യതയില്ല. അപ്പൊ KR നാരായണനാണ് ഇതിനകത്ത് ഒപ്പുവെക്കുന്നത് നമ്മുടെ IT ആക്ടിൽ. IT ആക്ടിന് പിന്നെ അങ്ങോട്ട് നിരവധി അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അമെൻമെന്റ് IT ആക്ട് 2008 എന്നറിയപ്പെടുന്നു. IT ആക്ട് 2008 നിലവിൽ വന്നത് പക്ഷെ 2008-ലല്ല, അത് നിലവിൽ വരുന്നത് 2009-ലാണ്. അത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2009 ഒക്ടോബർ മാസം തന്നെയാണ് നിലവിൽ വരുന്നത്. ഒക്ടോബർ 27-നാണ് നിലവിൽ വരുന്നത്. ഓർക്കുക, ഒക്ടോബറിന് IT ആക്ടുമായിട്ട് നല്ല ബന്ധമുള്ളതുപോലെ തന്നെ ഇന്ത്യ കമ്പ്യൂട്ടർ സുരക്ഷാ മാസം ഒക്കെ ആയിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി മന്ത് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസമാണ്. സൈബർ സെക്യൂരിറ്റി മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒപ്പുവെച്ചത് ആരാ? IT അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നപ്പോൾ ഇതിൽ ഒപ്പുവെച്ചത് ഏത് രാഷ്ട്രപതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രതിഭ പാട്ടീലാണ്. പ്രതിഭ പാട്ടീൽ IT അമെൻമെന്റ് ആക്ട് വന്നപ്പോൾ അതിനകത്ത് ഒപ്പുവെക്കുന്നു. അപ്പൊ ഏതൊക്കെ രാഷ്ട്രപതി ഏതൊക്കെ ആക്ടിനകത്താണ് ഒപ്പുവെച്ചത് മനസ്സിലാക്കുക. 2000, 2008 ആ ഇയറുകൾ ഒന്ന് ഓർത്തിരിക്കുക. 2008-ലെ നിലവിൽ വരുന്നത് 2009-ലാണ്. ഒക്ടോബർ 17 ആദ്യം, ഒക്ടോബർ 27 അമെൻമെന്റ് വരുന്ന ഡേറ്റും. ഇത് മറക്കരുത്. ഇനി നമുക്ക് സാധാരണ ചോദിക്കാറുള്ള നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യം വരാം, അതെങ്ങനെ ചുരുക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പറയുന്നത് 43-43 A, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ശ്രദ്ധിക്കണം, 43 A ഈ 2 സെക്ഷൻസ് പറയുന്ന കാര്യങ്ങളാണ്. ഓർക്കണം, ഈ 2 സെക്ഷനും പറയുന്നത് കോമ്പൻസേഷനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും പറയുന്നത് നഷ്ടപരിഹാരത്തെ കുറിച്ചാണ്. എന്തെങ്കിലും കുറ്റങ്ങളെ കുറിച്ചുള്ള സെക്ഷനുകളാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. അതായത് ഏതെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻസേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. തന്നിരിക്കുന്നത് പഠിക്കാനുള്ളത് 43, 65, 66, 67 അങ്ങനെ അങ്ങ് പോവാണ്. അപ്പൊ ഇതിന്റെ അകത്ത് 43 നഷ്ടപരിഹാരം, അതായത് കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യത്തിലൂടെ ബാധിക്കപ്പെടുന്ന വ്യക്തി ഏതാണോ, സ്ഥാപനം ഏതാണോ, അയാൾക്ക് ആരാണോ ഈ കുറ്റകൃത്യം ചെയ്തത് അവർ കൊടുക്കേണ്ട തുകയെക്കുറിച്ച്, അവർ കൊടുക്കേണ്ട നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പുകളാണ് 43-യും 43A. ഇതില് ക്രൈം എന്ന ഹെഡിങ്ങിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്ത് കുറ്റകൃത്യമാണ് എന്നതാണ്. ഇവിടെ അതിനുള്ള കോമ്പൻസേഷൻ എത്ര രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചുള്ള നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് വേണം. ഞാനിങ്ങനെ എഴുതാണ്, ഒന്നുമില്ലാത്ത ബ്ലാങ്കിൽ എഴുതുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒന്ന് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ റിസോഴ്സുകൾ, കമ്പ്യൂട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും എന്നറിയോ? കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കുള്ള നാശനഷ്ടങ്ങൾ. അതായത് സിംപ്ലി പറഞ്ഞാൽ ഇത് ഹാക്കിംഗ് എന്നുള്ളൊരു കീവേഡിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്പ്യൂട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ, കമ്പ്യൂട്ടർ സിസ്റ്റമോ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ, ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർസോ എല്ലാത്തിനെയും ഉൾപ്പെടെയാണ് കമ്പ്യൂട്ടർ റിസോഴ്സ്, അല്ലെങ്കിൽ ഇതിനെ കമ്പ്യൂട്ടർ നമ്മൾ എന്തെന്നാ വിളിക്കാം, വിഭവം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കമ്പ്യൂട്ടർ വിഭവങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ വന്നേക്കാം. അപ്പൊ കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്ക്, കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കുള്ള നാശനഷ്ടം
അതിനുള്ള നഷ്ടപരിഹാരം ഞാനോ നിങ്ങളോ ഏതെങ്കിലും ആളുടെ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സ് എന്തെങ്കിലും സാധനത്തിലോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ, ഹാക്ക് ചെയ്താലോ നശിപ്പിച്ചാലോ ഏതെങ്കിലും സെർവറിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാലോ ഹാക്കിങ്ങിനെ സഹായിച്ചാലോ ഇങ്ങനെ എന്തൊക്കെ കുറ്റകൃത്യമാണ് എ തൊട്ട് ജെ വരെ കുറെ ഉപവകുപ്പ് പറയുന്നുണ്ട്. ഇനി കുറച്ച് സമയമുള്ളൂ, അതിന്റെ അർത്ഥം എത്രയും കയറി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കുള്ള നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരമാവധി 5 കോടി രൂപ വരെയാണ്. പരമാവധി 1 കോടി രൂപ വരെയാണ്. പരമാവധി 1 crore 1 കോടി രൂപ വരെ. അപ്പൊ ഇത് നഷ്ടപരിഹാരമാണ്, മാക്സിമം 1 കോടി രൂപ വരെ. ഇനി 43 എ പറയുന്നതാണ്. ഇവിടെ കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കുള്ള നാശനഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത്, ഡാറ്റ സംരക്ഷിക്കുന്നതിലെ പരാജയത്തെ കുറിച്ചാണ്. ഡാറ്റ സംരക്ഷിക്കുന്നതിലെ പരാജയം. എല്ലാം ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം കേട്ടോ. എക്സാമ്പിൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഏതെങ്കിലും ഒരു സ്ഥാപനം, അത് ഗവൺമെന്റ് സ്ഥാപനമാകാം പ്രൈവറ്റ് സ്ഥാപനമാകാം, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനമോ പ്രൈവറ്റോ നിങ്ങളുടെ കുറെ വ്യക്തിഗത വിവരങ്ങളെ സൂക്ഷിക്കാമെന്ന് പറയുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ UIDA എന്ന് പറയുന്നത് ആധാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ആരോഗ്യ മന്ത്രാലയം നമ്മുടെ അസുഖ വിവരങ്ങളുടെ കാര്യങ്ങൾ സൂക്ഷിക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർക്ക് വേണം, അവരത് സ്റ്റോർ ചെയ്യുന്നൊക്കെ പറയാണ്. ഇവരത് കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. അതവർ ചെയ്യാതെ അതിന് ഈ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസം ഒക്കെ അവർ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നോക്കാതെ ഇവർക്ക് നേരെ ഏതെങ്കിലും ഹാക്കിങ് വന്ന് നമ്മുടെ വിവരങ്ങൾ പോയാൽ, ഈവൻ നമ്മുടെ ഫോട്ടോകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ആ ക്ലൗഡ് സ്റ്റോറേജ് കമ്പനിയിൽ നിന്ന് നമ്മുടെ കുറെ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോകളൊക്കെ ലീക്കായി കഴിഞ്ഞാൽ നമുക്കാണ് മാനനഷ്ടം, നമുക്കാണ് പ്രശ്നം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി നമുക്ക് നഷ്ടപരിഹാരം നൽകണം. ഉത്തരവാദിത്തപ്പെട്ട ഈ സ്ഥാപനം നമുക്ക് ബാധിക്കപ്പെട്ട വ്യക്തിക്ക് അല്ലെ ബാധിക്കപ്പെട്ട സ്ഥാപനം ഏതാണോ അവർക്ക് നഷ്ടപരിഹാരം നൽകണം. അത് പരമാവധി 5 കോടി രൂപ വരെയാണ്. 5 കോടി രൂപയിൽ കവിയാതെയുള്ള നഷ്ടപരിഹാരം. അപ്പോൾ ഓർക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റംസിനോ കേടുപാട് വരുത്തുന്നതല്ല, ഡാറ്റയ്ക്കുള്ള സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം നൽകേണ്ട പരമാവധി നഷ്ടപരിഹാരം 5 കോടി രൂപയാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? 43 1 കോടി, 43 എ ആണെങ്കിൽ 5 കോടി. 43 ജസ്റ്റ് നാശനഷ്ടങ്ങളുടെ കേസ് പറയുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്കുള്ള നാശനഷ്ടം. 43 എയിൽ പറയുന്ന ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരം. ഇത് രണ്ടും കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷനെ കുറിച്ച് 2 വകുപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ശിക്ഷകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം, നമ്മുടെ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഉണ്ട്, പിന്നെ വരുന്ന നമ്മുടെ കമ്പനി ബോർഡ് എക്സാമുകൾ വരുന്നു. ഇതിനൊക്കെ വേണ്ടി പ്രിലിംസിനൊക്കെ നിങ്ങളൊന്ന് സെറ്റായി പഠിക്കാൻ, അതിന്റെ ബേസ് ഒന്ന് സെറ്റാക്കി ഉറപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടി, പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടി നമ്മൾ തുടങ്ങിയ ബാച്ചാണ് ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് 2.0 എന്ന് പറയുന്നത്. ഈ ബാച്ച് 10 തീയതി ജൂലൈ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 നിങ്ങൾ കാണുമ്പോൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫീസ് ആകെ വരുന്നത് 3000 രൂപ മാത്രമാണ്. അപ്പൊ 3000 രൂപയ്ക്ക് എത്ര നാൾ പഠിക്കാനാണ്? 3 മാസമാണോ 6 മാസമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് 1 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ധൃതിയിലല്ലാതെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് അങ്ങ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ എക്സാമുകളൊക്കെ വരുമ്പോൾ അതിന് മുമ്പേ ഒന്ന് അത്യാവശ്യം നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങ് 1 വർഷം നീളത്തിൽ പഠിപ്പിക്കുന്നല്ല, അതിന്റെ വാലിഡിറ്റി 1 വർഷം വരെ വരും. അപ്പൊ എക്സാമുകൾക്കൊക്കെ ഒന്ന് ഒരുങ്ങാൻ പാകത്തിന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഫൗണ്ടേഷൻ ബാച്ചാണ്. തീർത്തും PSCയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബാച്ചുകളുമാണ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ. ഇതിന് ഫോക്കസ് ചെയ്യുന്നത് വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിനെ ആയിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9995100800 നമ്പറിൽ ബന്ധപ്പെടുക, അവസരം പ്രയോജനപ്പെടുത്തുക. അത്രയാണ് പറയാനുള്ളത്. ഇനി നമ്മൾ പോവാണ് നേരെ പണിഷ്മെന്റുകളെ കുറിച്ച് പറയാണ്. ഇനി പറയുന്നത് ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ്. ശിക്ഷ. ഇത്രയും നേരം നഷ്ടപരിഹാരം, ബാധിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്ന ശിക്ഷയാണ്. ശിക്ഷയെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ശിക്ഷയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് കീവേഡുകൾ, അതിന്റെ ഒരു ഇക്വേഷൻ പോലെ നമുക്കൊന്ന് പഠിച്ചു പോകാം. ഇവിടെ നമ്മൾ ഏത് കുറ്റകൃത്യമാണെന്ന് പറയും, ഇവിടെ അതിനുള്ള തടവ് ശിക്ഷയെ കുറിച്ച് പറയും. ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ. ഇവിടെ പറയുന്നത് അതിന് കൊടുക്കേണ്ട പിഴയാണ്. ഈ ഭാഗം പിഴയാണ്, ഇത് കോടതിയിൽ അടയ്ക്കേണ്ട പൈസയാണ്. ഈ ഭാഗം തടവ് ശിക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വർഷത്തിൽ പറയുന്നു, ഇത് ലക്ഷത്തിൽ പറയുന്നു. പിഴ ലക്ഷത്തിൽ പറയുന്നു, തടവ് വർഷത്തിൽ പറയുന്നു. അപ്പൊ 65 എന്താണ്?
65 സോഴ്സ് കോഡ് എന്നുള്ള വാക്ക് ഓർക്കുക. സോഴ്സ് കോഡുകളുടെ മോഷണം അല്ലെങ്കിൽ സോഴ്സ് കോഡുകളുടെ തിരുത്തൽ ഇതെല്ലാം വരും. സോഴ്സ് കോഡുകളുടെ മോഷണം ഇതിനകത്ത് വരും, സോഴ്സ് കോഡുകളുടെ തിരുത്തൽ വരും, സോഴ്സ് കോഡ് നശിപ്പിക്കുക. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കോഡുകളെല്ലാം നമ്മൾ പറയുന്ന അതിന്റെ ലേഔട്ട് ഡിസൈന് എല്ലാം ഉൾപ്പെടെ നമ്മൾ പറയുന്ന പേരാണ്. ഇതിന് എത്രയാണ് ശിക്ഷ? ഇതിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ സ്ലൈഡിൽ ഞാൻ 65 തൊട്ട് 66 വരെ എഴുതുന്ന എല്ലാ കുറ്റകൃത്യത്തിനും 3 വർഷമായിരിക്കും തടവ് ശിക്ഷ. 3 വർഷമായിരിക്കും തടവ് ശിക്ഷ. അത് ഫിക്സ് ആക്കി നമ്മൾ ആദ്യം. ഇത് നമ്മുടെ ഒരു കീവേഡ് നമ്മൾ മനസ്സിലാക്കുന്ന. ഇനി ഇതിന്റെ ഫൈൻ വരുന്നത് 2 വർഷമാണ്. അപ്പൊ 3+2 ഞാൻ എഴുതുക. അപ്പോൾ 2 വർഷം തടവും 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും, അല്ലെ സെപ്പറേറ്റ് ആയിട്ട്, അല്ലെ രണ്ടും ഒരുമിച്ച് ഇങ്ങനെയൊക്കെ വിധിക്കാവുന്നതാണ്. ഇപ്പൊ 3+2 ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് എഴുതിയതാണ്. എപ്പോഴും ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കണം നിർബന്ധമില്ല, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി 66 സിമ്പിൾ ആയിട്ട് നമ്മൾ ഹാക്കിംഗ് എന്നാ പറയാ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പറയുന്ന നമ്മൾ 43 പറഞ്ഞില്ലേ, ഇതിൽ കമ്പ്യൂട്ടർ റിസോഴ്സുകൾക്കുള്ള നാശനഷ്ടം എന്തൊക്കെയാണോ അതെല്ലാം ഹാക്കിങ്ങിനകത്ത് ഉൾപ്പെടും. അപ്പൊ ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് 66 ആണ്. ഹാക്കിങ്ങിനുള്ളത് ശിക്ഷ 3 വർഷം തടവും. നേരത്തെ 2 ലക്ഷം രൂപയായിരുന്നു, പക്ഷെ 2008 അമെന്റ്മെന്റിന് ശേഷം അത് 5 ലക്ഷം രൂപയായി. 3+2 എന്നുള്ളത് 3+5 ആയി. നിലവിൽ 3+5 ആണ്. 66B ശ്രദ്ധിക്കുക. ഇത് മോഷണ മുതലിന്റെ സ്വീകരണമാണ്. മോഷണ മുതൽ സ്വീകരിക്കുക. അത് ഒരു മോഷണ മുതലാന്ന് അറിഞ്ഞ് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്തെങ്കിലും സ്വീകരിക്കുക, അല്ലെ സ്വീകരിച്ചു കഴിഞ്ഞത് മോഷണ മുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുക. ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 3+1 ആണ് ശിക്ഷ വരിക. 3+1. 66C വരുന്നത് എന്താ? ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് നമ്മൾ പറയാ. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വെച്ചാൽ വ്യക്തിഗത വിവര മോഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ID, പാസ്വേഡ്, പിൻ നമ്പർ, OTP ഇങ്ങനെയുള്ള ഒരാളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ മോഷ്ടിച്ച് അത് ഉപയോഗിക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് വ്യക്തിഗത വിവര മോഷണം, അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡാറ്റയുടെ തെഫ്റ്റ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ് നമുക്ക് പറയാം. ഇതിനും 3+1 ആണ് ശിക്ഷ വരിക. 3+1. 66D ഇത് നോക്കുക. ഇത് വഞ്ചനയാണ്. വഞ്ചന. എങ്ങനെയുള്ള വഞ്ചന? ആൾമാറാട്ടത്തിലൂടെയുള്ള വഞ്ചന. ആൾമാറാട്ടത്തിലെ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ഒരാളുടെ ശബ്ദം മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഫേസോ ഇതൊക്കെ മാറ്റിയിട്ടോ വീഡിയോ കോൾ ചെയ്ത് പറ്റിക്ക് നോക്ക്, ഇതിനകത്തായിരിക്കും വരിക. ആൾമാറാട്ടത്തിലൂടെയുള്ള വഞ്ചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൾമാറാട്ടത്തിലൂടെയുള്ള വഞ്ചന, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 3+1 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BCD, BCD ഓർഡറിൽ ഓർക്കുക. 3ഉം 3+1 ആ. BCD 3+1. B എന്താ? മോഷണ മുതൽ സ്വീകരിക്കുക. C എന്താ? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. D എന്താ? ചീറ്റിംഗ് ആണ് ആൾമാറാട്ടത്തിലൂടെ. E ആണ് സ്വകാര്യതയുടെ ലംഘനം. സ്വകാര്യത ലംഘനം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വസ്ഥമായിട്ട് ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നു, വേറെ ആൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നതല്ല. ഒരാളുടെ നഗ്നത അല്ലെങ്കിൽ നഗ്നമായ ചിത്രം, ഒരാളുടെ അല്ലെങ്കിൽ നഗ്ന ചിത്രം എന്ന് പറയുന്നതിനേക്കാളും ഇതാണ് കറക്റ്റ്. ഒരാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രം. സ്വകാര്യ ഭാഗം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തോട് കൂടിയതായിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വസ്ത്രത്തോട് കൂടെ ഉള്ളതോ വസ്ത്രമില്ലാത്തതോ ആയിട്ടുള്ള സ്വകാര്യ ഭാഗങ്ങൾ. ഇപ്പോ സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ മാറിട ഭാവം, താഴെ പെൽവിക് ഏരിയ, അല്ലെങ്കിൽ ആ പറഞ്ഞ നമ്മള് പല ഭാഗങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത്രയും ഭാഗം നമുക്ക് SIക്കൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഓരോന്നായിട്ട് നമ്മൾ അകത്തേക്ക് പഠിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രം, ആ സ്വകാര്യ ഭാഗം ഡ്രസ്സോട് കവർ ചെയ്തതോ ഡ്രസ്സ് കവർ ചെയ്യാതെ പൂർണ്ണമായും നഗ്നമായതോ ആവാം. അത് ആ വ്യക്തിയുടെ അറിവില്ലാതെ പകർത്തുകയാണെങ്കിൽ, അത് മറ്റു പലയിടത്തും കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നതാണ് ശരിക്കും സ്വകാര്യത ലംഘനമായിട്ട് ഇവിടെ പരിഗണിക്കുക. ഇത് 3+2 ആണ്. കുറച്ചുകൂടെ പണിഷ്മെന്റ് ഉണ്ട്. 3+2 നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ സ്ലൈഡിലെല്ലാം 3 BCD 3+1 ആണ്. അവസാനിക്കുന്ന 3+2 65 തുടങ്ങുന്ന 3+2 ഹാക്കിങ്ങിന് 3+5 ആണ്. കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരാളെടുത്ത ഹാക്കിംഗ് ആണ് 3+5 നമുക്ക് പറയാം. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? ഇല്ല. ഇനി മുൻപോട്ട് നമ്മൾ പോവാണ്. 66F എല്ലാവരും ഓർത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള കുറ്റകൃത്യമാണ്. സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണിത്. സൈബർ ടെററിസം. സൈബർ ഭീകരത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇതിന് ശിക്ഷ പഠിക്കേണ്ട കാര്യം വളരെ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇത്. അപ്പൊ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇതിന്റെ. പിഴ ഇല്ല എന്നല്ല, എന്ത് നാശനഷ്ടമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പിഴയും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ എന്തായാലും ജീവപര്യന്തം ശിക്ഷ എന്ന് മനസ്സിലാക്കിയിരിക്കുക. 67 പോയാൽ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കീവേഡ് മാത്രം ഞാൻ എഴുതാണേ. അശ്ലീല വസ്തുക്കൾ ഓർ അശ്ലീല വിഷയം. കീവേഡ് അശ്ലീലത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഒരാളിൽ കാമ താല്പര്യം ഉണർത്തുന്ന രീതിയിലുള്ള വസ്തുക്കൾ എന്നുള്ള രീതിയിലാണ് അശ്ലീല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ. ഒരാളിൽ കാമ താല്പര്യം ഉണർത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അത് സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം പബ്ലിഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കുറ്റകൃത്യമാണ് എന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്. ഈ കുറ്റകൃത്യത്തിന് ആദ്യമായി നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്റെ പ്രത്യേകത ഇത് ചോദിക്കാത്തൊരു ചാൻസ് ഉള്ളതാണ്, നോക്കിക്കോണം കേട്ടോ. 3+5 ആദ്യത്തെ ശിക്ഷ 3+5 ആയിരിക്കും. 3 വർഷം തടവ്, 5 ലക്ഷം രൂപ പിഴ. വീണ്ടും ഒന്നുകൂടി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇത് 5+10 ആവും. ഏകദേശം ഇരട്ടി പോലെ, 3ന്റെ ഇരട്ടി അല്ല 5, എന്നാലും തൊട്ടടുത്ത്. ഇപ്പൊ 3+5 അല്ലെങ്കിൽ 3+5 എന്നുള്ളത് 3+5 എന്നുള്ളത് 5+10 ആവും. ഇതിന്റെ നേരെ ഇരട്ടി ആയിട്ടില്ല, പക്ഷെ ഇതിന്റെ നേരെ ഇരട്ടി, 5ന്റെ നേരെ ഇരട്ടി 10 ആയിട്ടുണ്ട്. അപ്പൊ 3+5 5+10 അങ്ങനെ ഓർക്കണം. ഇനി അശ്ലീല വസ്തുക്കൾ എന്ന് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈംഗികത പ്രകടമാക്കുന്ന അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ സെക്ഷൽ ആക്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഇത് കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയതാണ്. അശ്ലീല വസ്തുക്കൾ പബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും ലൈംഗികത പ്രകടമാക്കുന്ന ഇന്റർകോഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ കാര്യങ്ങളോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പടത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. ഇവിടെ ആദ്യം ഈ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം നമ്മൾ കൺവിക്റ്റഡ് ആവുകയാണെങ്കിൽ എത്രയായിരിക്കും ശിക്ഷ എന്ന് ചോദിച്ചാൽ 5+10 ആയിരിക്കും. ആദ്യം നമ്മൾ കുറ്റകൃത്യം ചെയ്താൽ 5+10 ആയിരിക്കും. നമ്മൾ വീണ്ടും ഇതേ കുറ്റകൃത്യത്തിന് ഒന്നുകൂടി കൺവിക്റ്റഡ് ആവുകയാണെങ്കിൽ, വീണ്ടും എത്ര തവണയാണോ കൺവിക്റ്റഡ് ആവുന്നത് അതിനെല്ലാം 7+10 ആയിരിക്കും. 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയായിരിക്കും. ആദ്യം 5+10 നമുക്ക് പറയാം, പിന്നെ 7+10. നെക്സ്റ്റ് ലൈംഗികത പ്രകടമാക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് പോർണോഗ്രഫി എന്നാണ്. ഇതിനെ പോർണോഗ്രഫി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗികത പ്രകടമാക്കുന്നതിനെ ചൈൽഡ് പോർണോഗ്രഫി എന്ന് വിളിക്കാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് ലൈംഗികത പ്രകടമാക്കുന്ന ദൃശ്യങ്ങളോ കാര്യങ്ങളോ അല്ലെ കുട്ടികളുമായി ഓൺലൈനായിട്ട് നമ്മൾ സെക്ഷലി ഒരു വീഡിയോ കോളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് മൈനർ, കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓർക്കണം 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നമ്മളൊരു വീഡിയോ കോളിലൂടെ ഈ പറഞ്ഞ ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള വീഡിയോ കോൾ, അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുക, അത് പടർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോസോ കാര്യങ്ങളോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക, കീപ്പ് ചെയ്യുക, കാണുക, ഇതെല്ലാം കുറ്റകൃത്യ. ഓപ്പറേഷൻ പി ഹണ്ട് എന്നും പറഞ്ഞ് പോലീസിന്റെ ഒരു പെഡോഫൈലുകളെ ഹണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ വഴി ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പൊ ഇതിനുള്ള കുറ്റകൃത്യവും സെയിം ആണ്. പോർണോഗ്രഫിക്കും ചൈൽഡ് പോർണോഗ്രഫിക്കും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ സെയിം ആണ്. ആദ്യം കൺവിക്റ്റഡ് ആയാൽ 5+10, പിന്നെ കൺവിക്റ്റഡ് ആയാൽ 7+10. ഓർക്കുക, പിന്നെയുള്ള ഓരോ തവണയും 7+10 എന്ന രീതിയിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ള 2 സെക്ഷനുകളാണ്. ഇതിൽ സെക്ഷൻ 72 പറയുന്നത് ഓർക്കുക, നമ്മളിവിടെ 43A പറഞ്ഞത് ഡാറ്റ സംരക്ഷിക്കുന്നതിലുള്ള പരാജയം ഒരു കമ്പനിക്ക് സംഭവിച്ചാൽ ആ കമ്പനി നൽകേണ്ട നഷ്ടപരിഹാരത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് ഓർക്കുക കേട്ടോ. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു വിവരം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ സൂക്ഷിച്ചു വെക്കേണ്ട ഉദ്യോഗസ്ഥൻ ആ വിവരം ലീക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരത്തിന്റെ ലീക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു, അതിന്റെ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരം എന്ന് ഓർക്കുക. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും, കുറച്ചുകൂടെ സ്വകാര്യ വിവരങ്ങൾ എന്നോ അല്ലെങ്കിൽ ഡാറ്റ ലീക്ക് എന്ന് വേണമെങ്കിൽ വിചാരിക്കുക. ഡാറ്റ ലീക്ക് ഇതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ ഓർക്കണം. ഇത് ശരിക്കും ഇത് ആദ്യം വന്ന കാലഘട്ടത്തിൽ ഇതിന്റെ ശിക്ഷ നമുക്ക് പറയാൻ പറ്റുക ജസ്റ്റ് ഒരു 2+1, ഇത് 2+1 എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു.
ഇത് വന്നപ്പോൾ അല്ലെങ്കിൽ കുറെ വർഷം വരെ, ശരിക്കും പറഞ്ഞാൽ 2023 വരെ ഇത് 2+1 എന്ന് വെച്ചാൽ 2 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റകൃത്യമായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥനാണ്, ഞാൻ എന്തോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരം സൂക്ഷിച്ചു വെക്കേണ്ട വ്യക്തിയായിരുന്നു, ഞാനത് ലീക്ക് ചെയ്തു, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നാശനഷ്ടത്തെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്, ശിക്ഷയെക്കുറിച്ചാണ്. അങ്ങനെ 2023 ജൻ വിശ്വാസ് ആക്ട് എന്ന് പറഞ്ഞ് ജൻ വിശ്വാസ് ആക്ട് വന്നു. ജൻ വിശ്വാസ് ആക്ട് വന്നപ്പോൾ ഇതിനെ പരിഷ്കരിച്ചു. ഇപ്പോൾ 5 ലക്ഷം രൂപ പിഴ മാത്രമേ ഉള്ളൂ, തടവില്ല എന്നാ പറയാ. ഇപ്പോൾ നിലവിൽ 5 ലക്ഷം രൂപ പിഴ മാത്രമേ ഉള്ളൂ. കറന്റ്ലി ഇപ്പോൾ 5 ലക്ഷം രൂപ പിഴ മാത്രമേ ഉള്ളൂ, തടവില്ല എന്നാണ് 2023 ജനവിശ്വാസ് ആക്ടിൽ കുറെ ശിക്ഷകളെ ഒന്ന് ലഘൂകരിക്കുന്ന പരിപാടി നടന്നിരുന്നു. അതിനകത്ത് മാറ്റം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ്. ഇനി 77B പറയുന്നത് എന്തിനെ കുറിച്ചാ? പറഞ്ഞോ 77B പറയുന്നത് 3 വർഷം അതായത് 3 years ഇംപ്രിസൺമെന്റ്, 3 വർഷം തടവ് വരെയുള്ള കുറ്റകൃത്യങ്ങൾ, 3 വർഷം തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾ വരെ ഉള്ളതാണെങ്കിൽ അതിന് ജാമ്യം ലഭിക്കുമെന്നാ പറയാ. എന്ന് വെച്ചാൽ ഇത് CRPC അല്ലെങ്കിൽ നമ്മുടെ CRPC ഒക്കെ ഇപ്പൊ മാറിയല്ലോ, IPC CRPC ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിലൊന്നും പെട്ടിട്ടില്ല, IT ആക്ടിൽ മാത്രമാണ് പെട്ടിട്ടുള്ളതെങ്കിൽ 3 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിക്കും. അതിനെക്കുറിച്ച് പറയുന്നതാണ് ശരിക്കും 77B എന്ന് പറയുന്നത്. ബെയിലബിലിറ്റിയെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 77B എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ കീവേഡുകൾ നിങ്ങളൊന്ന് പഠിച്ചാൽ, ഈ എത്ര വർഷം തടവ് അല്ലെങ്കിൽ ഈ കീവേഡുകൾ വൃത്തിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ തെളിവ് കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതിയോ സാർ എന്നൊക്കെ ചോദിച്ചാൽ ഒരു 90% ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരാനാണ് സാധ്യതയുള്ളത് ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് എഴുതി പോകുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. 43 പറയുന്നത് കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ളതാണ്, അതിന്റെ നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ്. അത് 1 crore എന്നുള്ള കീവേഡ് ഓർത്തിരിക്കുക. 43A പറയുന്നത് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ ഏതെങ്കിലും സ്ഥാപനം, പ്രൈവറ്റോ പബ്ലിക്കോ ആയിട്ടുള്ള ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം പരാജയപ്പെട്ടാൽ അവർ 5 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. 43A കഴിഞ്ഞു. 65 പറയുന്നത് എന്താ? സോഴ്സ് കോഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ 3+2 ആണ്. 66 ആണ് അടുത്തത്. A ഇല്ല, എടുത്തു കളഞ്ഞു. 2015 സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും പറഞ്ഞ് 66A എടുത്തു കളഞ്ഞു. അത് എന്തെങ്കിലും ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചാൽ അങ്ങനെ ഒരു കുറ്റകൃത്യമൊക്കെയായിരുന്നു. 66B വരുന്നു. അത് മോഷണ മുതൽ സ്വീകരിക്കുന്നതാണ്. 66 നമ്മൾ പറഞ്ഞില്ലല്ലോ. 66 ജസ്റ്റ് 65 66 ഓർക്കുക, ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങിന് എത്രയാ? ഹാക്കിങ്ങിന് 3+5 ആണ്. പിന്നെ 66BCD, B മോഷണം മുതൽ, C ഐഡന്റിറ്റി, D ചീറ്റിംഗ് ആണ്. ഇതെല്ലാം 3+1 ആണ്. 3+1 ഈ വരുമ്പോൾ അത് പ്രൈവസി ആവും. പ്രൈവസി 3+2 നമ്മൾ വിചാരിക്കുക. 66 ഇത്രയാണ് നമ്മൾ ആ സ്ലൈഡിൽ കണ്ടത്. ഇനി അടുത്ത സ്ലൈഡിൽ കണ്ടത് 66F കണ്ടു. ഇത് സൈബർ ടെററിസം, ജീവപര്യന്തം. പിന്നെ നമ്മൾ കണ്ടത് 67 ആണ്. 67 പറയുന്നത് അശ്ലീലതയ്ക്ക് ഓർക്കുക. 3+5 ഉണ്ട്, പിന്നെ 5+10 ഉണ്ട്. പിന്നെ 67A ആണ്. ഇത് പോർണോഗ്രഫി ആണ്. അത് 5+10 ആണ്, പിന്നെ 7+10 ആണ്. 67B വരുമ്പോൾ അത് സെയിം ആണ്. 5+10 7+10 ആവും. പിന്നെ നമ്മൾ 72 പഠിച്ചു. അത് ഡാറ്റ ലീക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെയുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അത് 2+1 ആയിരുന്നു, പക്ഷെ ഇപ്പോൾ മാറിയിട്ട് അത് 5 lakh rupees ആയിട്ട് മാറി പിഴ. പിന്നെ 77 നമ്മൾ ബിയുടെ കാര്യം പറഞ്ഞു. അതിൽ പറയുന്നത് ബെയിലബിലിറ്റിയെ കുറിച്ചാണ്. 3 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ബെയിൽ ലഭിക്കും എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുകയും ചെയ്തു. ഇനി ചോദ്യങ്ങളൂടെ 2 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആവും. അപ്പൊ ഇതുവരെ ഈ ഭാഗമൊക്കെ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം പോവാൻ. അല്ലാത്തവർക്ക് നല്ലൊരു റിവിഷൻ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ്. 2020 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം, അപ്പോഴേ നമ്മൾ വിചാരിക്കണം ഇതേതാ സ്വകാര്യ മേഖലയുടെ ചിത്രം പകർത്തുക എന്ന് പറഞ്ഞാൽ 66E ആണ്. 66E എന്ന് പറഞ്ഞാൽ 3+ പറയടാ 3+2 ആണ്. ഇവിടെ നോക്കിയേ, അതിനുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ, രണ്ടും കൂടിയോ? ഓപ്ഷൻ എ അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം. ഈ 3 വർഷം മാത്രം ഒന്ന് നോക്കിയാലും മതി. വേറെ 3 ഉള്ളത് ഒന്നും ഇവിടെ ഇല്ല.
അപ്പൊ ഈ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ മൊത്തം വായിച്ചു നോക്കണം. 3 വർഷം എന്നൊരു തടവോ 2 ലക്ഷം രൂപയോ. കാര്യം വ്യക്തമായി. അടുത്ത ചോദ്യം, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് വിവരങ്ങൾ, ഇങ്ങനെയുള്ള വിവരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വ്യക്തിഗത വിവരങ്ങൾ. വ്യക്തിഗത വിവരങ്ങൾ, ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ എടുക്കൂ, 66 BCD എന്ന വകുപ്പിൽ ഏത് വന്നാലും നമ്മൾ പഠിച്ചത് എന്തെന്നാ? BCD ആണെങ്കിൽ അത് 3+1 ആണ്. നോക്കിയേ, 3ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അത് ബാക്കി വായിച്ചു നോക്കുക. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. വളരെ ശരിയായ ഉത്തരം. വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, 2000 വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം എന്ന് പറയുമ്പോൾ സെക്ഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് 67 കുറിച്ചാണ് പറയുന്നത്. ഇത് ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയിട്ടുള്ള കുറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു പ്രത്യേക സമൂഹത്തിന് നിന്ദാകരമായി കണക്കാക്കപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ല. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉൾക്കൊള്ളുന്ന വിഷയം. ഇത്രയും നീളത്തിൽ കഷ്ടപ്പെട്ടൊരു സെന്റൻസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി ഉത്തരവാനാണ് ചാൻസ്. കാര്യം ആദ്യം എപ്പോഴും വർക്കൗട്ട് ആവുന്ന ഫിലോസഫി അല്ല, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാള് ആദ്യം ശരി ഏതാന്നും പറഞ്ഞൊരു ചോദ്യം ചോദിച്ച് 4 സെന്റൻസ് അതിന്റെ ഓപ്ഷനിൽ കൊടുത്താൽ, ശ്രദ്ധിക്കണം, ശരി ഏതാന്നുള്ള ചോദ്യം 4 വാക്കല്ല 4 സെന്റൻസ് ഓപ്ഷനിൽ കൊടുത്താൽ ഏറ്റവും നീളമുള്ള സെന്റൻസ് അദ്ദേഹം ആദ്യം സെറ്റ് ചെയ്യുന്നത് ശരിയായ ഉത്തരവായിരിക്കും. ആ ശരിയായ ഉത്തരം അദ്ദേഹം സെറ്റ് ചെയ്തിട്ട് പിന്നെ തെറ്റായ ഉത്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും നീളമുള്ള സെന്റൻസ് ഉണ്ടാക്കിയല്ല, പണി കുറയ്ക്കാൻ എപ്പോഴും ചെറിയ ചെറിയ സെന്റൻസ് ഉണ്ടാക്കാനാണ് ചാൻസ്. ഇവിടെ അല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞാണ് കുമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്നതാണ് അശ്ലീലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി കണ്ടോ, ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തി, ഇതെന്താ ശരിക്കും? ഇത് 67A കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പലരും വീണു പോവാം. ആക്ട് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ തെറ്റിക്കത്തില്ല. ഇത് 67A കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ നോക്കിയോ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ എത്ര പോകണം നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് ധ്യാനിക്കുന്നു? 66 കുറിച്ചാണ് പറയുന്നത്. 66 എന്ന് പറയുമ്പോൾ അപ്പുറത്തേൽ ഒരു അല്പം എന്തോ ഇത്തിരി കൂടുതലുള്ളതാണ്. 3 ആണ് എന്തായാലും ആ സ്ലൈഡിൽ എല്ലാവർക്കും ഉള്ളത്. പിന്നെ പരമാവധി 2 ആണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഒരാൾക്ക് മാത്രം കൂടുതലായിരുന്നു. 3+2 മാറി 3+5 വന്നു. ഇവിടെ ഓപ്ഷൻ നോക്കിയേ, എല്ലാം 3 വർഷത്തിൽ തുടങ്ങുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്നു. ജീവപര്യന്തം 66F ആണ് വരിക. എല്ലാം 3 വർഷം വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. 3+5 ഉണ്ടോ? ഉണ്ട്. സി ഓപ്ഷൻ 3+5 ആണ് നിലവിൽ ഹാക്കിങ്ങിനുള്ള ശിക്ഷ. 3+2 നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ IT ആക്ട് 2008 വന്നപ്പോഴത്തേനും അമെൻഡ് ചെയ്തു. അത് 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ, അല്ലെ രണ്ടും ഒരുമിച്ച് 3+5 ഓർ 3 or 5 അങ്ങനെ കോടതിക്ക് ശിക്ഷിക്കാവുന്നതാണ്. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി. ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കിയത്. അപ്പോൾ നല്ലൊരു റിവിഷൻ ആയിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇത് കണക്കാക്കി പഠിച്ചു വെക്കണം. 2 മാർക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. എക്സാം ഇങ്ങ് അടുത്തെത്തുന്നു. നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക. നല്ലപോലെ സമയമൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് എക്സാം എഴുതുക. പറ്റുന്നത്ര റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതുക. ടെൻഷനൊക്കെ മാറ്റി വെക്കുക. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടോ അതൊന്നും എക്സാം ഹോളിൽ ഇരുന്ന് ഒരിക്കലും ആലോചിക്കരുത്. നമ്മുടെ കഷ്ടപ്പാടും ഇതെല്ലാം അതിന്റെ മുമ്പിൽ കയറി വന്നാൽ അത് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും സമയമില്ലല്ലോ. ഈ എക്സാം പോയി എന്ത് ചെയ്യും? അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്നും വേണ്ട. നിങ്ങൾ നൈസായിട്ട് ഗെയിം കളിക്കുന്ന പോലെ എക്സാം എഴുതിയിട്ട് വരൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.